ബ്രിട്ടീഷ് വിരുദ്ധതയിൽ തന്നെ തുടർന്നിരുന്ന, എത്ര പീഡനം സഹിച്ചും അത് തുടർന്നിരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ആ കാലത്ത് തന്നെ ആൻഡമാൻ തടവറയിൽ ഉണ്ടായിരുന്നതൊക്കെ നിരവധി പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരാളും അവരൊക്കെ തന്നെ ബ്രിട്ടീഷ് തടവറയിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പോയിട്ടുള്ള ആളുകളാണ്. അവരിൽ ഒരാളും ഈ തരത്തിലുള്ള മാപ്പപേക്ഷയോ ക്ലമൻസി പെറ്റീഷനോ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ പക്ഷത്തായി എന്ന മട്ടിലുള്ള പ്രസ്താവനയോ പുറപ്പെടുവിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഈ പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയുന്ന മട്ടില് അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു അപേക്ഷ എഴുതുക എന്നതിനർത്ഥം തങ്ങളുടെ ജീവിതത്തെ ഒറ്റിക്കൊടുക്കുക എന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സവർക്കർ ഈ കത്ത് എഴുതുന്നതോടെ, മൂന്നാമത്തെ മാപ്പപേക്ഷ എഴുതുന്നതോടെ സമ്പൂർണമായി ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് അനുകൂലി ആയിത്തീരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ അത് വിശ്വസിക്കുന്നില്ല. ബ്രിട്ടീഷുകാർ കുറച്ചുകൂടി ഇദ്ദേഹത്തെ നിരീക്ഷിച്ച ശേഷം മാത്രമേ, സ്വാഭാവികമായിട്ട് ഏത് ഭരണകൂടവും ചെയ്യുന്ന പോലെ കുറേയും കൂടി നിരീക്ഷിച്ച ശേഷം ഈ മാറ്റം ശരിയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ ഒരു നിലപാടെടുക്കണ്ടൂ എന്ന മട്ടിൽ ഇതിന് മറുപടി കൊടുക്കുന്നില്ല. പിന്നീട് അടുത്ത മാപ്പപേക്ഷ, നാലാമത്തെ മാപ്പപേക്ഷ കൊടുക്കുന്ന 1914 സവർക്കർ മാപ്പപേക്ഷ സമർപ്പിക്കുന്നത്. 1914 ഒക്ടോബറിലാണ് അത് സമർപ്പിക്കുന്നത്. ആ മാപ്പപേക്ഷയ്ക്ക് പിന്നിലും ഒരു സന്ദർഭമുണ്ട്, ഒരു ചരിത്ര സന്ദർഭമുണ്ട്. ആ ചരിത്ര സന്ദർഭം എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ചരിത്ര സന്ദർഭമാണ്. ഒന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഒന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടന്റെ കീഴിൽ, അല്ലെങ്കിൽ ബ്രിട്ടനും അംഗമായിട്ടുള്ള സഖ്യകക്ഷികൾ ഒരു ഭാഗത്തും ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ശക്തികൾ, ആക്സിസ് പവേഴ്സ് മറുഭാഗത്തും നിന്നിട്ടാണ് ഈ ഒന്നാം ലോക യുദ്ധത്തിൽ അവർ തമ്മിലാണ് പൊരുതുന്നത്. അപ്പം ഇതൊരു സന്ദർഭമാക്കി സവർക്കർ എടുക്കുകയാണ്. അന്ന് ആൻഡമാനിലെ ചീഫ് കമ്മീഷണർക്കാണ് ഈ 1914 തൻ്റെ നാലാമത്തെ മാപ്പപേക്ഷ സവർക്കർ സമർപ്പിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ഈ യുദ്ധം തന്നെയാണ്, ഒന്നാം ലോക യുദ്ധം തന്നെയാണ്. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ ഒപ്പം നിന്ന് പൊരുതാൻ തൻ്റെ രക്തം തുടിക്കുന്നു, തൻ്റെ ഹൃദയം തുടിക്കുന്നു എന്ന മട്ടിൽ വളരെ വൈകാരികമായ ഒരു പ്രസ്താവനയോട് കൂടിയിട്ടാണ് സവർക്കർ ഈ പറയുന്ന മാപ്പപേക്ഷ തുടങ്ങി വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരോട് തോളോട് തോൾ ചേർന്ന് പൊരുതുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട, വളരെ അഭിമാനം നിറഞ്ഞ ഒരു സന്ദർഭമായി, ഒരു അവസരമായി താൻ കരുതുന്നു എന്ന മട്ടിൽ നമുക്ക് വിശ്വസിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു മനോഭാവമാണ് ആ മാപ്പപേക്ഷയിൽ, നാലാമത്തെ മാപ്പപേക്ഷയിൽ സവർക്കർ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ സവർക്കർക്ക് അറിയാം, സവർക്കർ തന്ത്രജ്ഞനായതുകൊണ്ട്, ഒരുപക്ഷെ കുതന്ത്രജ്ഞനായതുകൊണ്ട് സവർക്കർക്ക് അറിയാം, ഇപ്പൊ ബ്രിട്ടൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു രാജ്യമാണ്. ബ്രിട്ടന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ഈ കാലാൾ ശക്തി എന്ന് പറയുന്നത്, ഈ പറയുന്ന ആർമിയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് കോളനി രാജ്യങ്ങളിലെ ജനങ്ങളാണ്. അവരുടെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന് മുന്നേറാൻ പറ്റില്ല. കാരണം ഒന്നാം ലോക യുദ്ധം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുകൊണ്ടുള്ള ആധുനികമായ മിസൈലോ അല്ലെങ്കിൽ വ്യോമാക്രമണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സങ്കേതമല്ല എന്നത് യുദ്ധത്തിനുള്ളത്. മറിച്ച് കാലാൾപ്പടയെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിസിക്കലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ഒരു യുദ്ധം എന്നുള്ള സങ്കല്പമായിരുന്നു അന്നുള്ളത്. അപ്പം അതുകൊണ്ട് കാലാൾപ്പടയുടെ ശക്തി, കാലാൾപ്പടയുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അതാണ്, യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ്. ബ്രിട്ടൻ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമായതുകൊണ്ട് ബ്രിട്ടന് ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള മാനവ ശേഷിക്ക് വേണ്ടി കോളനി രാഷ്ട്രങ്ങളിലെ, വലിയ ജനസംഖ്യയുള്ള കോളനി രാഷ്ട്രങ്ങളുടെ സഹായം വേണ്ടി വരുന്ന സവർക്കർ മുൻകൂട്ടി കാണുകയാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കൊപ്പം പടപൊരുതാൻ ഞാൻ കൊതിക്കുന്നു എന്ന മട്ടില്, ഈ ബ്രിട്ടീഷുകാർക്കൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാൻ കൊതിക്കുന്നു എന്ന മട്ടിലുള്ള വാചകം സവർക്കർ ഈ പറയുന്ന മാപ്പപേക്ഷയിൽ എഴുതുന്നത്. മാത്രമല്ല, ഈ യുദ്ധത്തിൽ എന്ത് സേവനവും അനുഷ്ഠിക്കാൻ താൻ തയ്യാറാണ് എന്ന മട്ടിലും സവർക്കർ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന, ബ്രിട്ടീഷുകാർ പറയുന്ന എന്ത് സേവനവും ഞാൻ ചെയ്യാം, എന്നെ ഒന്ന് ഈ പറയുന്ന ഈ യുദ്ധത്തിൽ പങ്കാളിയാവാൻ എന്നെ അനുവദിച്ചാൽ മതി എന്ന മട്ടിൽ അങ്ങനെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തിട്ടുള്ള ഒരു കത്താണ് ഈ രണ്ടാമത്തെ കത്തും എന്ന് പറയുന്നത്.
അതിൻ്റെ ഉള്ളിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി സവർക്കർ എഴുതുന്നുണ്ട്. ഇപ്പം കോളനി രാഷ്ട്രങ്ങൾ, ഇന്ന് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാര്യമാണെന്നാണ്. സാമ്രാജ്യത്വത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട കാര്യമായിട്ടാണ് സവർക്കർ പറയുന്നത്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ബ്രിട്ടീഷ് അധിനിവേശത്തെ അംഗീകരിക്കുന്നു. ഇന്നലെയിൽ നിന്ന് എത്ര വ്യത്യസ്തമായ നിലപാടാണ്, ഘടകവിരുദ്ധമായ നിലപാടാണിതെന്ന് ഓർക്കണം. സാമ്രാജ്യത്വ ശക്തിയെ എല്ലാവരും, ബഹുഭൂരിഭാഗം ജനങ്ങളും അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ കിട്ടണമെങ്കിൽ അവരിൽ കുറേ പേർ രാഷ്ട്രീയ തടവുകാരായി ആൻഡമാനിലും മറ്റു തടവറകളിലുമാണ്. അപ്പൊ അവരെയും കൂടി മോചിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളുടെ കൂടി പിന്തുണ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് കിട്ടും. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഈ യുദ്ധരംഗത്ത് പടപൊരുതാൻ വലിയ സഹായമാകും എന്ന മട്ടിലുള്ള കത്താണ് അപേക്ഷയായിട്ട് സവർക്കർ 1914 സമർപ്പിക്കുന്നത്. അതിലും ഹാർഡിംഗ് പ്രഭുവിൻ്റെ വലിയ തരത്തിലുള്ള വിശാല മനസ്കതയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറമേ നിന്ന് വരുന്ന ശത്രുക്കളെ ചെറുക്കാൻ ഞാൻ തയ്യാറാണെന്ന് വീണ്ടും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കൽ കൂടി ഈ മാപ്പപേക്ഷ സമർപ്പിക്കുന്നു. ആൻഡമാനിലെ ചീഫ് കമ്മീഷണർക്കാണ് മാപ്പപേക്ഷ സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം സവർക്കർ എഴുതി ചേർക്കുന്നുണ്ട്. ഇത്രയൊക്കെ എഴുതിയതിന് ശേഷം സവർക്കർ പറയുന്നു, ഇതൊക്കെ എഴുതുമ്പോൾ ഞാൻ എൻ്റെ മോചനത്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ മോചനത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ മോചനത്തിന് വേണ്ടിയാണ് എഴുതുന്നത് എന്ന മട്ടിൽ ഒരു വലിയ ഉദാരമായ, അല്ലെങ്കിൽ തൻ്റെ ഒരു തരത്തിൽ താൻ ആദർശവാനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഖണ്ഡിക അതിൻ്റെ ഉള്ളിൽ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ മോചിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടിലുള്ള ഒരു വിശാല മനസ്കത അവിടെ എടുക്കുന്നുണ്ട്. ബ്രിട്ടീഷ് അനുകൂലിയായെന്ന് 100% പറയുന്നു. ഞാൻ ബ്രിട്ടീഷ് വിരുദ്ധനേ അല്ല, ഇനി മുതൽ ഞാൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല, അത് അടിവരയിട്ട് പറയെങ്കിലും അവസാനം പറയുന്നത് ഇത് എൻ്റെ സ്വാർത്ഥപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല ഞാനിതൊക്കെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എന്നെ മോചിപ്പിക്കേണ്ട, മറ്റുള്ളവരെ മോചിപ്പിച്ചാൽ ഞാൻ മോചിക്കപ്പെട്ട പോലെ തന്നെ സന്തോഷിക്കുമെന്ന് പറയുന്ന ഒരു വാചകവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എഴുത്തും അതിനുള്ളിൽ ചേർക്കുന്നുണ്ട്. പക്ഷെ ഇതും ബ്രിട്ടീഷുകാർ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ കൺസിഡർ ചെയ്യാതിരിക്കുമ്പോഴാണ് 1917 അടുത്ത കത്ത് എഴുതുന്നത്. അടുത്ത കത്തും ഏതാണ്ട് ഈ രണ്ടാമത്തെ കത്തിൻ്റെ, ഈ ജയിലിൽ നിന്ന് എഴുതിയ ചീഫ് കമ്മീഷണർക്ക് എഴുതിയ 4ാമത്തെ മാപ്പപേക്ഷയുടെ ആവർത്തനം തന്നെയാണ് 1917 അയക്കുന്ന കത്തിലും നമുക്ക് കാണാൻ കഴിയുക. അതിൽ കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പറയുന്നത്, യുദ്ധത്തിൻ്റെ സമയമാണ്, യുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ബ്രിട്ടന് വേണ്ടി സമരം ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. അതിനോട് കൂടി ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, കനഡ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. കനഡയിൽ ആ സമയത്ത്, ഈ യുദ്ധത്തിൻ്റെ സമയത്ത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ അംഗരാഷ്ട്രങ്ങളുടെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കോളനികളുടെ സപ്പോർട്ട്, പിന്തുണ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ലഭിക്കുന്നതിനായി കനഡയിൽ ഈ വിമത പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാവർക്കും പൊതുമാപ്പ് നൽകുന്നുണ്ട്. ഡുർഹാം പ്രഭു, കനഡയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഡുർഹാം പ്രഭു അവിടെ കനഡയിലെ വിമത പ്രവർത്തകർക്ക് മാപ്പ് നൽകിയ വിവരം സവർക്കർ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആഫ്രിക്കയിലെ ബോവർ യുദ്ധത്തിൻ്റെ കഥയും. ബോവർമാര് സാമ്രാജ്യത്വത്തിനെതിരെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം ചെയ്ത ആളുകളാണ്. ബോവർ യുദ്ധം വളരെ പ്രശസ്തമാണല്ലോ. പ്രത്യേകിച്ച് ഗാന്ധിയും ബോവർ യുദ്ധവും തമ്മിലുള്ള നിലപാടുകളെ കുറിച്ചൊക്കെ പിൽക്കാലത്തെ രാഷ്ട്രീയം വളരെ കൂലങ്കുഷമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളെ സവർക്കറുടെ മാപ്പപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ ബോവർ യുദ്ധത്തിന് യഥാർത്ഥത്തിൽ ബോവർമാർ പരാജയപ്പെട്ടു. ബോവർമാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുന്നിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ ബോവർ ഐക്യത്തെ തകർക്കാനായി നമ്മൾ നേരത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ പോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് ബോവർമാർക്കിടയിലും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നടത്തുന്നത്. അതുകൊണ്ട് ബോവർമാരെ ഭിന്നിപ്പിക്കുന്നതിനായി അതിലൊരു വിഭാഗത്തിന് തോറ്റെങ്കിൽ പോലും, അവർ യുദ്ധത്തിൽ തോറ്റെങ്കിൽ പോലും അതിലൊരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ബോവർമാർക്ക് സ്വയംഭരണം നടത്താനുള്ള അവകാശം അക്കാലത്ത് ബ്രിട്ടൻ കൊടുക്കുകയുണ്ടായി. അത് അവരെ ഭിന്നിപ്പിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഈ അധികാരത്തിൻ്റെ കസേര കാണുമ്പോൾ അവരിങ്ങോട്ട് വരുമെന്നും
അപ്പോൾ ബോവർമാർക്കുള്ളിൽ ഒരു പിളർപ്പുണ്ടാകുമെന്നും അപ്പോൾ തങ്ങൾക്കെതിരെ നിൽക്കുന്ന വിഭാഗത്തിനെ പരാജയപ്പെടുത്താമെന്നും വളരെ വ്യക്തമായി ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സവർക്കർ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഡിവിറ്റ് എതിർത്തെങ്കിൽ, ബോവർമാരുടെ വിമത ഗ്രൂപ്പിന്റെ ആൾക്കാരാണ്, ഡിവറ്റ് എതിർത്തെങ്കിൽ ഒരു ഡിവറ്റിനെ നേരിടേണ്ടി വരുള്ളൂ. അപ്പോൾ ബോത്ത നിങ്ങളുടെ ഭാഗത്തായതുകൊണ്ട് ഒരു ബോത്തയെ നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഭാഗത്താണ്, എന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്താക്കിയാൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ബാക്കി കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് എതിർപ്പുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആ സമയത്ത് വർദ്ധിച്ചു വരുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ തകർക്കാം എന്നുള്ള ഒരു പരോക്ഷമായ സൂചനയാണ് സവർക്കർ ഇതിലൂടെ നൽകുന്നത്. അവിടെയും പറയുന്നുണ്ട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്നെ വിടാനുള്ള, എന്നെ പുറത്തു വിടാനുള്ള ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ കരുതണ്ട, മറിച്ച് മൊത്തം രാഷ്ട്രീയ തടവുകാരെ പുറത്തുവിടാനുള്ള വിശാല താല്പര്യത്തിന്റെ ഭാഗമായി ഇതിനെ പരിഗണിച്ചാൽ മതി എന്നൊക്കെ വളരെ വിശാല മനസ്കതയോടുകൂടിയുള്ള വാചകങ്ങൾ എന്ന് തോന്നുന്ന മട്ടിൽ കുറച്ച് വാചകങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. അപ്പൊ 1917 കത്തിലും യുദ്ധത്തെ മുൻനിർത്തിയുള്ള വിടുതൽ ആണ് സവർക്കർ അപേക്ഷിക്കുന്നത്. മാത്രമല്ല സവർക്കർ പറയുന്നത് തുർക്കി ആ കാലത്ത് ആക്സിസ് പവർ എന്ന് പറയുന്ന അച്ചുതണ്ട് ശക്തികൾ എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ പങ്കാളിയായിരുന്നു തുർക്കി. അപ്പൊ തുർക്കിയും ജർമ്മനിയും ചേർന്നിട്ട് അഫ്ഗാൻ വഴി ഇന്ത്യയെ ആക്രമിക്കും. അപ്പൊ ആ ഇന്ത്യയുടെ ആക്രമണം തടയാനുള്ള വലിയ സ്ട്രാറ്റജി എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പദ്ധതി എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ ഉള്ള തരത്തിലുള്ള വലിയ വാചകങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടിയുള്ള സകലമാന രീതികളും അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന മട്ടിൽ എൻ്റെ ആലോചന മുഴുവൻ ഇതാണ്, എൻ്റെ മനസ്സ് മുഴുവൻ ഇതാണ്, എൻ്റെ തലച്ചോറിൽ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ജയിക്കണം എന്നുള്ള മട്ടിലാണ് എന്ന മട്ടിലുള്ള ഒരു ചിത്രണമാണ് ഈ 1917 മാപ്പപേക്ഷ ആവുമ്പോഴേക്കും സവർക്കർ ബ്രിട്ടീഷുകാർക്ക് ആ അപേക്ഷയിലൂടെ തൻ്റെ മാനസാന്തരത്തെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ മാനസാന്തരം വരാൻ തക്ക എന്തെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ഒന്നും കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മൾ ആദ്യം പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, സവർക്കർ അതുവരെ സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ രീതി വെച്ച് എതിർക്കേണ്ട കാര്യങ്ങളാണ് സംഭവിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഈ 1917 അതിനുശേഷമുള്ള കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തിയ കാലമാണതെന്ന് ഓർക്കണം. ഒന്ന്, 1919 ആകുമ്പോഴേക്കും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വലിയ ഭേദഗതികൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു 1-ാം ബില്ലും 2-ാം ബില്ലും എന്ന പേരിൽ ഈ അമെൻമെന്റ്സ്, ഈ ഭേദഗതികൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ, ഇന്ത്യൻ പീനൽ കോഡിലെ ഭേദഗതികൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഭേദഗതികൾ എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ 1-ാം ബില്ലും 2-ാം ബില്ലും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തേത് അപ്പീൽ കൊടുക്കാനുള്ള അവകാശം തള്ളുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തടവുകാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട ആൾക്ക്, നമുക്കറിയാം ഇന്ന് ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു കീഴ്ക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ അവകാശം ഉണ്ടായിരുന്നു, മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇത് തള്ളിക്കളയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതി വിധിയാണ് അന്തിമ വിധി എന്ന തരത്തിൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുന്നു. ഇത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ സംബന്ധിച്ച്, ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന മനുഷ്യരെ സംബന്ധിച്ച് എത്രമാത്രം ജനവിരുദ്ധമായ ഒരു നയം ആയിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടാമത്തതും അതിൽ പരം ജനവിരുദ്ധമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആരുടെ വീട്ടിലും പോലീസിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അധികൃതർക്ക് വാറന്റ് കൂടാതെ കയറി പരിശോധിക്കാനുള്ള അനുമതി നൽകുന്ന ഒരു ഭേദഗതിയാണ് ഈ പറയുന്ന 1-ാം ബില്ലും 2-ാം ബില്ലും കൂടി അല്ലെങ്കിൽ അമെൻമെന്റ്സ് നിർദ്ദേശിക്കുന്നത്. ഇതും പാസ്സായി, ഇത് രണ്ടും പാസ്സായി. 1-ാം ബില്ലും 2-ാം ബില്ലും പാസ്സായതോടെ ഒരു കരിനിയമമാണ്, റൗളക്ട് ആക്ട് എന്ന് പറയുന്ന കരിനിയമമാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഇതിനെതിരെയുള്ള റെസിസ്റ്റൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കരിനിയമങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ, ചെറിയ അവകാശങ്ങൾ പോലും എടുത്തു കളയുന്ന തരത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം വലിയ തരത്തിലുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടമായി, സാമ്രാജ്യത്വത്തിന്റെ
പീഡനങ്ങൾ, സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ദുർഭരണത്തിൻ്റെ ഭീകരതകൾ മുഴുവൻ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മേലിടുന്ന ഒരു കാലമായിരുന്നു അതെന്ന് ഓർക്കണം. റൗളറ്റ് ആക്ടിനെതിരെ ഗാന്ധിയും സരോജിനി നായിഡു അടങ്ങുന്ന ഒരു ചെറു സംഘം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഈ പറയുന്ന അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഒരുപക്ഷെ ഗാന്ധിയെ ഈ ചമ്പാരൻ സമരം എന്ന പോലെ ഇന്ത്യയിലെ പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ സംഭവമായിരുന്നു ഈ റൗളറ്റ് ആക്ടിനെതിരെയുള്ള ഗാന്ധിയുടെ പ്രതിഷേധം, സത്യാഗ്രഹത്തിലൂടെയുള്ള പ്രതിഷേധം എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഗാന്ധിയെ പഞ്ചാബിൽ പ്രവേശിക്കാതിരിക്കാനുള്ള ഗാന്ധിക്കെതിരെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നു. പഞ്ചാബിലേക്ക് ഗാന്ധിക്ക് കടക്കാൻ അനുമതി നിഷേധിക്കപ്പെടുന്നു. പിന്നീട് മാരണ നിയമം പഞ്ചാബിൽ നടപ്പാക്കുന്നു. ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ബ്രിഗേഡിയർ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്ന ക്രൂരനായ ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിക്കുന്നു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അവസാനം നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ കൂടിയ 10,000-ങ്ങളെ ആ മൈതാനത്തെ കൊട്ടിയടച്ച് പുറത്തേക്ക് പോകാനുള്ള വഴികൾ മുഴുവൻ തടസ്സപ്പെടുത്തിയിട്ട് ഡയർ അവർക്ക് നേരെ വെടിയുതിർക്കുകയുണ്ടായിരുന്നു. 1500 റൗണ്ട് ആണ് വെടിവെക്കുന്നത് എന്നാണ് നമുക്ക് ഔദ്യോഗികമായ കണക്കുകൾ തന്നെ പറയുന്നത്. 379 പേര് അവിടെ പെടഞ്ഞു വീണ് മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക്. നമുക്കറിയാം, ഇപ്പം അനൗദ്യോഗികമായ കണക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ മനുഷ്യർ അവിടെ മരിച്ചു വീണിട്ടുണ്ട്. അത്രയും വലിയ പീഡനങ്ങളാണ്. 1200-ലധികം പേർക്ക് പരിക്കേറ്റു. ഈ പീഡനം നടക്കുന്ന ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് മേല് നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സവർക്കർ ഈ മാപ്പപേക്ഷ എഴുതുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ സവർക്കർ ഈ മാപ്പപേക്ഷ എഴുതുന്നത് തന്ത്രമായിരുന്നു എന്നൊക്കെ പിൽക്കാലത്ത് അവകാശപ്പെടുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമുള്ളൂ. ഇതിന് ശേഷം ഈ പറയുന്ന നിരന്തരമായ മാപ്പപേക്ഷകളുടെ അവസാനം പുറത്തു വന്നപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും സവർക്കർ ബ്രിട്ടീഷ് വിരുദ്ധനായിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഒരു കാലത്തും പിന്നെ ബ്രിട്ടീഷ് വിരുദ്ധനായിട്ടില്ല. എന്ന് പറഞ്ഞാൽ സവർക്കർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ മാപ്പപേക്ഷകൾ എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ 1917 വരെയുള്ള ഈ മാപ്പപേക്ഷകൾ എഴുതിയിട്ടും ബ്രിട്ടീഷുകാർ സവർക്കറെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അത് സവർക്കറുടെ മാപ്പപേക്ഷകൾ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ സവർക്കർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കുകയോ ചെയ്യുന്നില്ല. ആ അവസരത്തിലാണ് 1920 സവർക്കർ ഒരു മാപ്പപേക്ഷ എഴുതുന്നത്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ 2021 ചരിത്രം എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെടുന്നത് എന്ന കാര്യം വ്യക്തമാക്കാനാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അത് പറയുന്നത്. 1921 തോന്നുന്നു ഉദയ് മഹൂർക്കർ, ചിരായു പണ്ഡിറ്റ് എന്ന പേരിലുള്ള 2 പേര് ചേർന്ന് എഴുതിയ ഒരു പുസ്തകം, വീർ സവർക്കർ ദ മാൻ ഹൂ ഹാസ് പ്രിവെന്റഡ് പാർട്ടീഷൻ എന്ന പേരിലോ എ മാൻ കുഡ് പ്രിവെന്റ് പാർട്ടീഷൻ എന്നോ മറ്റോ പേരിലുള്ള ഒരു പുസ്തകം പുറത്തിറങ്ങുകയുണ്ടായി. അത് പ്രകാശനം ചെയ്തത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന രാജ്നാഥ് സിംഗ് ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് മോഹൻ ഭാഗവതാണ്. RSSന്റെ സർസംഘ ചാലകായിട്ടുള്ള മോഹൻ ഭാഗവതാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രകാശന ചടങ്ങിൽ വെച്ച് രാജ്നാഥ് സിംഗ് വളരെ വിവാദപരമായ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അത് സവർക്കർ മാപ്പപേക്ഷകൾ നൽകിയത് ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എന്നാണ് രാജ്നാഥ് സിംഗ് അവിടെ പ്രസംഗിച്ചതായി നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് ഈ 1917 മാപ്പപേക്ഷ വരെ 1911, 12, 13, 14, 17 ഈ പറയുന്ന മാപ്പപേക്ഷകളൊക്കെ കൊടുക്കുമ്പോഴൊന്നും ഗാന്ധി ചിത്രത്തിലേ ഇല്ല. ഗാന്ധി അതിനു മുമ്പ് സവർക്കറെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത് നമ്മൾ ഈ മുൻ എപ്പിസോഡുകളിൽ പറയുണ്ടായി. മദൻലാൽ ദിംഗ്ര കഴ്സൺ വൈലിയെ കൊന്ന ആ സമയത്താണ് അന്ന് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സവർക്കറും ഗാന്ധിയും കൂടി ഇന്ത്യക്കാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യം നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല ദിംഗ്രയുടെ
നടപടി അങ്ങേയറ്റം അപലപിക്കേണ്ട ഒന്നായിട്ടാണ് ഗാന്ധി പ്രസ്താവിച്ചതും. മാത്രമല്ല അതിനെ തുടർന്നാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം ഗാന്ധി എഴുതുന്നതെന്നും നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പറയുകയുണ്ടായി. അപ്പൊ ഗാന്ധിയുമായി യാതൊരു ബന്ധവും ഈ സന്ദർഭത്തിലില്ല. ഈ സമയത്ത് ഈ മാപ്പപേക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ സവർക്കർ സഹോദരരിൽ ഏറ്റവും ഇളയവനായ നാരായൺ റാവു സവർക്കർ, നാരായൺ ദാമോദർ സവർക്കർ എന്ന പേരുള്ള ND സവർക്കർ ഡോക്ടറായി മാറുകയുണ്ടായി, പഠിച്ച് ഡോക്ടർ ബിരുദം സമ്പാദിക്കുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് പുറത്തുള്ള സഹോദരൻ രണ്ടുപേര് ആൻഡമാൻ ജയിലിലാണ്. മൂത്ത ആൾ ഗണേഷ് ദാമോദർ സവർക്കറും രണ്ടാമത്തെ ആൾ വിനായക് ദാമോദർ സവർക്കറും ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലാണ്. നാരായൺ ദാമോദർ സവർക്കർ, നാരായൺ റാവു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നാരായൺ ദാമോദർ സവർക്കർ മാത്രമാണ് പുറത്തുള്ളത്. സ്വാഭാവികമായിട്ട് നാരായൺ ദാമോദർ സവർക്കർ അവരുടെ മോചനത്തിനായി പല കാര്യങ്ങളും പുറത്ത് നിന്നിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത് 1915 ഈ 2 പേരെ കൊണ്ട്, ഒന്ന് GD സവർക്കറുടെ ഭാര്യയായ യശുവാഹിനിയെ കൊണ്ടും അതുപോലെ തന്നെ VD സവർക്കറുടെ ഭാര്യയായ യമുനാബായിയെ കൊണ്ടും ബ്രിട്ടീഷ് ഗവൺമെന്റിന് കത്തെഴുതിക്കുക, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വെറുതെ വിടണം, അവരിനി ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനത്തിലൊന്നും രാജ്യദ്രോഹ പ്രവർത്തനത്തിലൊന്നും ഏർപ്പെടില്ല എന്ന മട്ടിൽ ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലവും ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ കണക്കിലെടുത്ത് പുറത്ത് വിടണം എന്ന അപേക്ഷ ഇവരെ കൊണ്ട്, ഈ ഭാര്യമാരെ കൊണ്ട് നാരായൺ റാവുവിൻ്റെ മുൻകൈയിൽ കൊടുപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ 2 പേരും അവരുടെ ഭർത്താക്കന്മാരെ വിട്ടയക്കാനുള്ള അപേക്ഷ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുൻപാകെ സമർപ്പിക്കുന്നുണ്ട്. ആ സമയത്താണ് നാരായൺ റാവു ഗാന്ധിക്ക് കത്തെഴുത്തുന്നത്. നമ്മൾ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്നത് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ടായി. ആ സമയം ആണത്. അപ്പോൾ 1920 ഗാന്ധിക്ക് നാരായൺ റാവു കത്തെഴുതുന്നത്. ഈ കത്തെഴുതുമ്പോൾ അത് സവർക്കറുടെ എന്തെങ്കിലും രാഷ്ട്രീയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല ഗാന്ധിയോട് നാരായൺ റാവു ഗാന്ധിക്ക് എഴുതുന്നത്. അതിൽ പറയുന്നത് അവരുടെ മാനുഷികമായ ഒരു ദയനീയ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ആ കത്തിൽ പറയുന്നത്. അവർ പറയുന്നത്, നാരായൺ റാവു പറയുന്നത്, എൻ്റെ ജ്യേഷ്ഠന്മാർക്ക് 118 പൗണ്ട് ഭാരം ഉണ്ടായിരുന്ന മനുഷ്യരായിരുന്നു. ഇപ്പം അവരുടെ ഭാരം എന്ന് പറയുന്നത് 95-100 കുറഞ്ഞിരിക്കുകയാണ്. അവർക്ക് രോഗബാധയുണ്ട്. അവിടെ ഭക്ഷണം വളരെ മീഗറായിട്ടുള്ള വളരെ ചെറിയൊരു ഭക്ഷണം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ അവരുടെ ആരോഗ്യം അനുദിനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാനുഷികമായ പരിഗണനകൾ മുൻനിർത്തി താങ്കൾ ഇക്കാര്യത്തിൽ, അവരുടെ മോചനത്തിൻ്റെ കാര്യത്തിൽ ഇടപെടണം എന്നാണ് യഥാർത്ഥത്തിൽ നാരായൺ റാവു ഗാന്ധിയോട് അപേക്ഷിക്കുന്നത്. അപ്പം ഗാന്ധി മറുപടി കൊടുക്കുന്നത്, ഇത് 1920 ജനുവരി 18 മറ്റോ ആണ് ഈ കത്ത് ഗാന്ധിക്ക് എഴുതുന്നത്. അപ്പം ഗാന്ധി അതിന് ജനുവരി 25 തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഗാന്ധി ആവശ്യപ്പെടുന്നത് ഇത് ഇങ്ങനെ ഞാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ മറ്റൊരാൾ ആവശ്യപ്പെടുക എന്നതിലുപരി ഇവരുടെ ദയനീയാവസ്ഥയെ മുൻനിർത്തിയുള്ള ഒരു ജനകീയ ആവശ്യമാക്കി ഇതിനെ മാറ്റാൻ കഴിയണം. അപ്പോൾ ഒരു ബൃഹത് ഹർജി, ഒരു വലിയ ഒരുപാട് പേര് ഒപ്പിട്ടിട്ടുള്ള ഒരു ഹർജി ഉണ്ടാക്കുക. ആ ഹർജി സമർപ്പിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുക എന്നുള്ളതാണ് ഇതിൽ യഥാർത്ഥമായിട്ട് ചെയ്യേണ്ടത് എന്ന ഉപദേശമാണ് ഗാന്ധിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഈ ഉപദേശം അനുസരിച്ചിട്ട് ഒരു വലിയ ഹർജി ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒക്കെ സവർക്കറെ വീണ്ടും പുറത്തേക്ക് വരാനുള്ള ഒരു വഴി തുറക്കുന്നുണ്ട് എന്ന മട്ടിൽ സവർക്കർക്ക് ആ സന്ദർഭം സവർക്കർ ഉപയോഗിക്കുന്നുണ്ട്. 1920 മാർച്ചിൽ സവർക്കർ ഒരു മാപ്പപേക്ഷ കൂടി സമർപ്പിക്കുന്നുണ്ട്. ഇത്തവണ മാപ്പപേക്ഷ സമർപ്പിക്കുന്നത് മൊണ്ടാഗുവിന് മുന്നിലാണ്. അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന മൊണ്ടാഗുവിന് മുന്നിലാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ട 1914 മാപ്പപേക്ഷയിലും 17 മാപ്പപേക്ഷയിലും
പ്രധാനമായിട്ട് സവർക്കർ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ സവർക്കറുടെ വിശാല മനസ്കതയുടെ ഭാഗം എന്ന നിലയിൽ പറഞ്ഞിരുന്നത്, എന്നെ വിട്ടയച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ടയച്ചാൽ മതി, മറ്റുള്ള രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചാൽ മതി എന്ന് പറയുന്ന ഒരു നടപടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനമാണ് സവർക്കർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ 1920 മാപ്പപേക്ഷ വരുമ്പോൾ ഈ സ്വരം മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മോർലി മിൻറ്റോ പരിഷ്കാരം പോലെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിഷ്കരണങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, ആ പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്തെ ഇപ്പം സവർക്കർക്കൊപ്പം ഉണ്ടായിരുന്ന ബാരിൻ ഘോഷ് പോലെയുള്ള, അല്ലെങ്കിൽ ഹേംചന്ദ്രദാസ് പോലെയുള്ള ആളുകൾ വിമോചിപ്പിക്കപ്പെട്ടു. സച്ചീന്ദ്രനാഥ് സന്യാൽ പോലെയുള്ള ആളുകൾ വിമോചിപ്പിക്കപ്പെട്ടു ഈ പറയുന്ന ഭരണപരിഷ്കരണത്തിൻ്റെ ഫലമായിട്ട്. പക്ഷെ സവർക്കറെ അപ്പോഴും ഇവർ വിമോചിപ്പിച്ചില്ല. സവർക്കറെ അപ്പോഴും തടവുകാരനായിട്ട് തന്നെ പിടിച്ചു വെച്ചു. ഇതാണ് സവർക്കർക്ക് ആ സമയത്ത് വലിയ വേദന ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്രയും കാലം പറഞ്ഞിരുന്നത് മറ്റ് രാഷ്ട്രീയ തടവുകാരെ വിട്ടാൽ മതി, എന്നെ വിട്ടില്ലെങ്കിൽ എൻ്റെ മോചനം പോലെ ഞാനത് സ്വീകരിക്കാം എന്ന് പറഞ്ഞ ആള് 1920 കത്തെഴുതുമ്പോൾ നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. ബാരിനെ വിട്ടയച്ചു, ഹേംചന്ദ്ര ദാസിനെ വിട്ടയച്ചു, എന്നെ എന്തുകൊണ്ട് വിടുന്നില്ല എന്ന ഒരു കാര്യമാണ് സവർക്കർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ സവർക്കർ അത് മുന്നോട്ട് വെക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ചേതോവികാരം കൂടിയുണ്ട്. അതായത് സവർക്കർക്ക് ഈ 1914 വരെയുള്ള മാപ്പപേക്ഷകളിൽ ഒന്നും തന്നെ മറുപടി കൊടുക്കുന്നില്ല. അതിനുശേഷം 17 കൊടുക്കുന്ന മാപ്പപേക്ഷയ്ക്കും മറുപടി കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇത്രയും മാപ്പപേക്ഷകൾ എഴുതിയിട്ടും മറുപടി കൊടുക്കാത്തത് തന്നിലുള്ള അവിശ്വാസം മൂലമാണെന്ന് സവർക്കർക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധത, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്ത് കാണിച്ചാൽ മാത്രമേ അവരിൽ നിന്ന് ആനുകൂല്യം കിട്ടൂ എന്ന മട്ടിലുള്ള ഒരു തോന്നൽ സവർക്കറിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് ജയിലിൽ പ്രാവർത്തികമാക്കാൻ സവർക്കർ വിചാരിക്കുന്നുണ്ട്. അതിന് സവർക്കറെ സഹായിക്കുന്നത് ഭായ് പരമാനന്ദ് എന്ന് പറയുന്ന ആ സമയത്ത് ജയിലിൽ എത്തിച്ചേർന്ന ഒരാളാണ്. ഭായ് പരമാനന്ദ് ആര്യസമാജത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യസമാജത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. ആര്യസമാജം നമുക്കറിയാവുന്ന പോലെ ഒരു ഹിന്ദു കൺസോൾട്ടേഷന്, ഹിന്ദു സംഘാടൻ എന്ന് ഹിന്ദിയിൽ പറയുന്ന ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു മൃദു ഹിന്ദുത്വ വികാരം ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാക്കുന്ന ആദ്യത്തെ സംഘടനകളിൽ ഒന്ന് ഈ ആര്യസമാജമാണെന്ന് നമുക്കറിയാം. അത് പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് പലപ്പോഴും വിലയിരുത്തിയിട്ടുള്ളതെങ്കിൽ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു തരത്തിൽ ഹിന്ദുത്വത്തിലേക്കുള്ള, ഹിന്ദു ഫാസിസത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. കാരണം ഹിന്ദു സമുദായത്തിൻ്റെ ഉള്ളിലെ ഏകീകരണത്തിനുള്ള വലിയ തടസ്സം എന്ന് പറഞ്ഞ ജാതിയാണ്, ജാതി ശ്രേണിയാണ്. അപ്പം ഈ ജാതിയെ മറികടക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരിശ്രമം മുന്നോട്ട് വെച്ചാൽ മാത്രമേ ഒരു ഹിന്ദു ഏകീകരണം സാധ്യമാവൂ എന്ന് ആദ്യം മനസ്സിലാക്കിയ ഒരാളാണ് ഈ ദയാനന്ദ സരസ്വതി. അതുകൊണ്ട് ദയാനന്ദ സരസ്വതി ജാതിക്കെതിരെ പലപ്പോഴും നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഹിന്ദുമത പരിഷ്കരണം തോന്നുന്ന തരത്തിൽ വലിയ പരിഷ്കരണ നടപടികൾ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അത് ആത്യന്തികമായിട്ട് ഹിന്ദു സംഘാടനം എന്ന് പറയുന്ന, ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, അതൊരു രാഷ്ട്രീയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ബോധപൂർവമോ അബോധപൂർവമോ ആയിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ഭായ് പരമാനന്ദ് അവിടെ നിന്ന് വരുന്ന ഒരാളാണ്. മാത്രമല്ല ഈ പറയുന്ന ഹിന്ദു ഏകീകരണം സാധ്യമാകണമെങ്കിൽ ജാതിക്കുള്ളിൽ, വിവിധ ജാതികൾക്കുള്ളിൽ ഒരു ഐക്യം ഉണ്ടാക്കണമെങ്കിൽ ഒരു അപരശത്രുവിനെ നിർമ്മിക്കണം എന്ന മട്ടിൽ മുസ്ലിമിനെ ഒരു പൊതുശത്രു ആക്കുന്നതിലും വലിയ പങ്ക് ഈ പറയുന്ന ഈ മൃദു ഹിന്ദു സംഘടനകൾ വഹിച്ചതായിട്ട് പിൽക്കാലത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭായ് പരമാനന്ദ് ഈ പറയുന്ന ആര്യസമാജ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് ഗയാനയിൽ ഈ പ്രവർത്തനത്തിനായിട്ട് പോകുന്നുണ്ട്. ഈ ആര്യസമാജ പ്രവർത്തനത്തിനായി ബ്രിട്ടീഷ് ഗയാനയിലെ ഇന്ത്യക്കാർക്കിടയിൽ പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് US എത്തിപ്പെടുന്നു. അപ്പോൾ US എത്തിപ്പെടുമ്പോൾ ലാലാ ഹർദയാൽ പോലെയുള്ള ആളുകളായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. ലാലാ ഹർദയാൽ ഗദർ പാർട്ടി ഉണ്ടാക്കി നിൽക്കുന്ന സമയമാണ്. ഈ ഗദർ പാർട്ടിയിലെ മെമ്പറായി ഭായ് പരമാനന്ദ്.
അത് കഴിഞ്ഞ് തിരിച്ച് പഞ്ചാബിലെത്തിയിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ലാഹോർ ഗൂഢാലോചന കേസിൽ അദ്ദേഹം പിടിക്കപ്പെടുന്നു. ഭായ് പരമാനന്ദ് ബ്രിട്ടീഷ് അധികൃതരുടെ പിടിയിൽ അകപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അങ്ങനെ ലാഹോർ ഗൂഢാലോചന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് ഭായ് പരമാനന്ദ്. പക്ഷെ അതേസമയം ഹാർഡിംഗ് പ്രഭു ഈ വധശിക്ഷയെ അദ്ദേഹത്തിനുള്ള വിവേചനാധികാരം, വൈസ്രോയ്ക്കുള്ള വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ജീവപര്യന്തം തടവായി മാറ്റുകയും നാടുകടത്തലാക്കി മാറ്റുകയും അങ്ങനെ ഭായ് പരമാനന്ദ് ഈ ആൻഡമാൻ ദ്വീപിലെ സെല്ലുലാർ ജയിലിൽ സവർക്കർക്കൊപ്പം എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പൊ സവർക്കർ ആ സമയത്ത് ഈ മാപ്പപേക്ഷയൊക്കെ എഴുതിയിരിക്കുകയാണ്. സവർക്കർക്ക് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ആണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കണം. അതിനുള്ള അവസരമാണ് ഭായ് പരമാനന്ദ് ഒരുക്കി കൊടുക്കുന്നത്. ഈ ആര്യസമാജത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ശുദ്ധി എന്ന് പറയുന്ന ഒരു പുതിയ മൂവ്മെന്റ് ആയിരുന്നു. ശുദ്ധി മൂവ്മെന്റിന്റെ പ്രാധാന്യം വ്യക്തമാക്കണമെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണിസ്റ്റ് പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തരാള ഘടന നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ സാധാരണഗതിയിൽ ഹിന്ദു മതത്തിൽ നിന്ന് ഒരാൾക്ക് സെമിറ്റിക് മതത്തിലേക്ക് മതം മാറാം. ഇപ്പം ഒരു ഹിന്ദുവിൻ്റെ ഏത് ജാതിയിൽപ്പെടുന്ന ഒരാൾക്കും ഒന്നുകിൽ മുസ്ലിം ആവാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആവാം. അങ്ങനെ ഈ സെമിറ്റിക് മതങ്ങളിലേക്ക്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെമിറ്റിക് മതങ്ങളിലേക്ക് കൺവേർഷൻ ചെയ്യാനുള്ള മതം മാറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നേരെ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് മതം മാറുക എന്ന് പറയുന്നത് അന്ന് വിഷമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒന്ന്, അതിനൊരു സെമറ്റിക് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ മാമോദീസ മുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്രിയയിലൂടെ ഒരു മതം മാറ്റം സാധ്യമാകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ഈ പറയുന്ന ഹിന്ദു മതത്തിൻ്റെ പുരാണ ഗ്രന്ഥങ്ങളിലോ അതിൻ്റെ ആചാര നിബന്ധനകളിലോ ഇല്ല. അപ്പം അതുകൊണ്ട് ഈ ശുദ്ധി പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം വളർത്തിയെടുത്തത്, ആര്യസമാജം വളർത്തിയെടുത്ത ഒരു സംഗതി, അതായത് അവര് ഇന്ത്യയിലെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ തന്നെ ഒരു കാലത്ത് ഹിന്ദുക്കളായിരുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന മട്ടിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. അത് പിന്നീട് വലിയ സംഘർഷത്തിലൊക്കെ ഇടവരുത്തുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ആ സംഘർഷത്തിന്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഇപ്പൊ ഭായ് പരമാനന്ദ് ജയിലിൽ എത്തുമ്പോൾ സവർക്കർക്ക് വലിയ വെളിച്ചം കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ശുദ്ധി പ്രസ്ഥാനം വഴി ഈ മുസ്ലിങ്ങളെയും ഇതര മതക്കാരെയും ഹിന്ദു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാം, മതപരിവർത്തനം ചെയ്യാം എന്ന് പറയുന്ന ഒരു ആശയം മുന്നിൽ വെക്കുകയാണ്. അപ്പൊ ഈ മതപരിവർത്തനത്തിന് ഒരു വലിയ പ്രശ്നം, എന്തുകൊണ്ടാണ് ഹിന്ദു മതത്തിലേക്കുള്ള മതപരിവർത്തനം എന്ന് പറയുന്ന ആശയം അതുവരെ ഇല്ലാഞ്ഞത് എന്ന ചോദ്യത്തിന് ഒന്ന്, ഹിന്ദു ഭൂരിപക്ഷ മതമാണ്. എപ്പോഴും മജോറിറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയസ്ലി മേജറായിട്ടുള്ള മജോറിറ്റി ഉള്ളൊരു മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഈ മതപരിവർത്തനം നടത്തി ആളെ കൂട്ടാനുള്ള ഒരു പദ്ധതി അവർക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ജാതിയാണ് പ്രശ്നം. ഇപ്പോൾ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ക്രിസ്തുമത വിശ്വാസി ഹിന്ദു മതത്തിലേക്ക് മതം മാറി എത്തുകയാണെങ്കിൽ ഏത് ജാതിയിലാണ് സ്വീകരിക്കുക? ബ്രാഹ്മണനാണോ, അല്ലെങ്കിൽ സവർണരാണോ, സവർണ ജാതികളിലാണോ, അല്ലെങ്കിൽ അവർണ ജാതികളിലാണോ, അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള വിഭാഗത്തിലേക്കാണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യന് അഭിസംബോധന ചെയ്യാനുള്ള, എന്ന് പറഞ്ഞാൽ ഇത് സങ്കീർണമാണ്. ഏത് ജാതിയിലേക്കാണ് മതം മാറി എത്തുന്ന ആളെ എടുക്കുക എന്നൊക്കെ പറയുന്ന വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് ജാതിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ മതം മാറി എത്തുന്നവരെ ഉൾക്കൊള്ളിക്കാനായി ഒരു വ്യത്യസ്ത ജാതിയൊക്കെ പേരിട്ട് നിർമ്മിക്കുന്ന ഒരു രീതിയാണ് ഇവരൊക്കെ അവലംബിച്ചിരുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ മതം മാറ്റാം, വാതിൽ തുറക്കാം എന്ന് പറയുന്ന ഒരു സംഗതി ആര്യസമാജം ആവിഷ്കരിച്ചു. അതിൻ്റെ ചടങ്ങുകൾ ഭായ് പരമാനന്ദ് ഈ ജയിലിലെത്തിയിട്ട് സവർക്കർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ മറ്റുള്ള തടവുകാർ ജയിലിൽ പീഡനങ്ങൾക്കെതിരെയും ഈ ഭാര്യയുടെയും മറ്റും പീഡനങ്ങൾക്കെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും ഒക്കെ സമരം ചെയ്യുകയും പലതരം സമരപരിപാടികൾ ആവിഷ്കരിക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സചീന്ദ്രനാഥ് സന്യാലൊക്കെ എഴുതിയ ആത്മകഥ അനുസരിച്ച് സവർക്കർ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ജയിലധികൃതരോട് ചേർന്ന് നിൽക്കുകയും ഈ ശുദ്ധി പ്രസ്ഥാനം പോലെ ജയിലിനുള്ളിലെ ഇന്ത്യക്കാർക്കിടയ്ക്ക്
വലിയ വിഭജനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ ഈ ആചാര വശം എന്ന് പറയുന്നത്, ആചാര ഘടന എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഘടനയാണ്. എന്ന് പറഞ്ഞാൽ മതം മാറാൻ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളെ കുളിക്കാൻ പറഞ്ഞയക്കുക, കുളിച്ച് മുണ്ടെടുത്തിട്ട് ഒരു ശുഭ്രവസ്ത്രധാരിയേറ്റ് വരിക, അല്പം തുളസി ഇല, 1-2 തുളസി ഇല ആഹരിക്കാൻ പറയുക. അതിനുശേഷം ഗീതയിലെ ഒരു ഖണ്ഡം, ഭഗവത്ഗീതയിലെ ഒരു ഖണ്ഡം അയാളെ കൊണ്ട് വായിപ്പിക്കുക. അതോടൊപ്പം ചുറ്റും കൂടിയിരുന്ന ആൾക്കാർ രാമചരിതമാനസത്തിലെ ചില ശ്ലോകങ്ങൾ, ചില ഭാഗങ്ങൾ സംഗീതമധുരമായിട്ട് ആലപിക്കുക. അതിനുശേഷം മധുരപലഹാരം വിതരണം ചെയ്യുക. ഇത്രയേ ഉള്ളൂ കൺവെർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശുദ്ധി പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധി പ്രസ്ഥാനം സ്വാഭാവികമായിട്ട് ജയിലിനുള്ളിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയ്ക്ക് വലിയ തരത്തിലുള്ള വിഭജനം ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന പ്രകാരം വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് തനിക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പ്രയോഗിക്കുകയാണ് സവർക്കർ ചെയ്യുന്നത്. പുറത്ത് വലിയ തരത്തിൽ ഇപ്പം ഖിലാഫത്ത് പ്രസ്ഥാനം വന്നതോട് കൂടിയിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും വലിയ തരത്തിലുള്ള ഐക്യത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം ആണ് അതെന്ന് ഓർക്കുക. 1920-21 ആയതോടെ ഗാന്ധി മുൻകൈ എടുത്തിട്ട് വലിയ തരത്തിൽ ഒരു മുസ്ലിം ഹിന്ദു ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് അന്താരാഷ്ട്ര സ്ഥിതിഗതികൾ സഹായിച്ചു. നമുക്കറിയാം, 1-ാം ലോക യുദ്ധത്തിൽ തുർക്കി അടക്കമുള്ള ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ശക്തികൾ, ആക്സിസ് പവേഴ്സ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ തുർക്കി പരാജയപ്പെട്ടു. തുർക്കിയിൽ അന്ന് മുസ്ലിങ്ങളുടെ പരമോന്നത ഭരണകർത്താവായ ഖലീഫ പരാജയപ്പെടുകയാണ്. അപ്പം ഖലീഫയോട് ഒരു സന്ധി ബ്രിട്ടീഷ് ഭരണാധികാരികൾ, അന്ന് സഖ്യകക്ഷികൾ, ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾ ഒരു സന്ധി ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കീഴടങ്ങി പരാജയപ്പെട്ടെങ്കിലും മാന്യമായ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഖലീഫയ്ക്ക് മുന്നിൽ അവർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല. തുർക്കി രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. വിഭജിക്കപ്പെട്ട് ഒരു ഭാഗം ബ്രിട്ടനും ഒരു ഭാഗം ഫ്രാൻസും അതിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഖലീഫ യഥാർത്ഥത്തിൽ സ്ഥാനഭ്രഷ്ടനാവുന്ന ഒരവസ്ഥ വന്നു. ഇത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇടയിൽ റിലീജിയസ് ആയിട്ട്, മതപരമായ ഒരു വലിയ മുറിവായിട്ട്, ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ച മുറിവായിട്ട് അവർ കരുതുന്നു. അതിനെ ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് കണ്ണി ചേർക്കാൻ ഗാന്ധി നിശ്ചയിക്കുകയും അത് വലിയ വിജയത്തിൽ, അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്ന ആ പ്രസ്ഥാനം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചേർന്ന് ആവിഷ്കരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു വലിയ ഐക്യം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മറ്റൊരു തരത്തിൽ ജനകീയ ഐക്യമാണ്. 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ഐക്യം എന്ന് പറയുന്ന പലപ്പോഴും രാജാക്കന്മാർ തമ്മിലുള്ള ഐക്യവും രാജാക്കന്മാരുടെ പ്രജകളായതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു ഐക്യവുമാണ്. ഇത് നേരെ തിരിച്ചാണ്. ഇത് ജനകീയമായ ഒരു ഐക്യം, കുറേ കൂടി ഗ്രാസ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഐക്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഇന്ത്യയിൽ ഉണ്ടാവുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വലിയ കരുത്ത് അത് പകരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന തരത്തിൽ ജയിലിൽ ശുദ്ധി പ്രസ്ഥാനം ആരംഭിക്കുകയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർപിരിക്കുന്ന പ്രവർത്തനം എനിക്കറിയാമെന്ന് ബ്രിട്ടീഷുകാരെ ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന രാഷ്ട്രീയ തടവുകാരെ വിടുന്നു. സവർക്കർക്ക് വലിയ ഇച്ഛാഭംഗം ഉണ്ടാക്കിയിട്ട് സവർക്കറെ പിടിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരെ വിടുന്നു. അപ്പം ആ വിലാപമാണ് 1920 കത്തിൽ സവർക്കർ പുറപ്പെടുവിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ടത്, സവർക്കർ ഈ നിലപാട് എടുക്കുമ്പോൾ സവർക്കറുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ, ഇപ്പം ഉദാഹരണമായിട്ട് ഈ 1-ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സവർക്കർ എടുക്കുമ്പോൾ സവർക്കറുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ തന്നെ ജർമ്മൻ അനുകൂല നിലപാടാണ്. എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമായ പക്ഷത്താണ് ഉറപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് സവർക്കറുടെ അഭിനവ് ഭാരത് തന്നെ ഒരു പക്ഷേ ജർമ്മൻകാർക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുക എന്ന് പറയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സവർക്കർക്കൊപ്പം ഇന്ത്യ ഹൗസിൽ ഉണ്ടായിരുന്ന വീരേന്ദ്രനാഥ് ചട്ടോപാധ്യായയും അതുപോലെ തന്നെ ലാലാ ഹർദയാലും, നമുക്കറിയാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഗദ്ദർ പാർട്ടിയുടെ ഉപജ്ഞാതാവ് നിൽക്കുന്ന ലാലാ ഹർദയാലും, മലയാളിയായ ചെമ്പകരാമൻ പിള്ളയും തമിഴ്നാട്ടുകാരനായിട്ടുള്ള ടി തിരുമല ആചാര്യയും കൂടിയിട്ട് സൂറിച്ചിൽ വെച്ച് ആ സമയത്ത് ഈ 1-ാം ലോക യുദ്ധകാലത്ത് ഒരു പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്.
ആ പാർട്ടി ഇന്ത്യൻ നാഷണൽ പാർട്ടി എന്നൊക്കെ എന്നോ മറ്റോ പേരിലാണ് ഈ പാർട്ടി ആവിഷ്കരിക്കുന്നത്. ഈ പാർട്ടി തീരുമാനിക്കുന്നത് ഈ ജർമ്മനിക്കൊപ്പം നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാനാണ്. എന്ന് പറഞ്ഞാൽ സവർക്കറുടെ കൂടെ ഉണ്ടായിരുന്ന സഖാക്കൾ മുഴുവൻ, അന്നത്തെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിരുന്ന എല്ലാവരും ജർമ്മനിക്കൊപ്പം നിന്ന്, ആക്സിസ് പവേഴ്സിനൊപ്പം നിന്ന് പടപൊരുതാനാണ്, അച്ചുതണ്ടി ശക്തികൾക്കൊപ്പം നിന്ന് സഖ്യകക്ഷികൾക്കെതിരെ പടപൊരുതാനാണ് നിലപാടെടുക്കുന്നത്. അപ്പോഴാണ് സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അണിനിരന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമ്പോഴാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളായിട്ട് വിഭജിക്കുക എന്ന് പറയുന്ന തന്ത്രത്തിലേക്ക് സവർക്കർ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടും ബ്രിട്ടീഷുകാർ വിടുന്നില്ല. ആ കരച്ചിലാണ് സത്യം പറഞ്ഞാൽ 1920 മാപ്പപേക്ഷയിൽ മുഴുവൻ കാണാൻ സാധിക്കുക. ഭാര്യനെ വിട്ടയച്ചു, സച്ചീന്ദ്രനാഥ് സന്യാലിനെ വിട്ടയച്ചു, ഹേംചന്ദ്രദാസിനെ വിട്ടയച്ചു. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ബോംബ് നിർമ്മാണത്തിലും ബോംബേറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ആക്ഷനിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിലും പങ്കെടുത്തിട്ടില്ല. ഞാൻ ഗൂഢാലോചന കുറ്റത്തിലാണ് പിടിയിലായിട്ടുള്ളത്. നേരിട്ട് പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആൾക്കാരെ വിട്ടയച്ചിട്ടും എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനെന്ന് പറയുന്ന ക്വസ്റ്റ്യനും കരച്ചിലും സങ്കടവും അപേക്ഷയും ഒക്കെയാണ് ഈ കത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സവർക്കർ ഇതുവരെ പറഞ്ഞ മുമ്പത്തെ 2 മാപ്പപേക്ഷയിൽ പറഞ്ഞ ഉദാരതയും ഔദാര്യം നിറഞ്ഞ മനോഭാവമൊക്കെ ഇവിടെ തീരുകയാണ്. പക്ഷെ ഈ കത്തിന് ബലം കണ്ടു. അതാണ് 1920 കത്തിനുള്ള പ്രത്യേകത, ഈ മാപ്പപേക്ഷയ്ക്കുള്ള പ്രത്യേകത. ആ അപേക്ഷ അവർ കണക്കിലെടുക്കുകയും ബ്രിട്ടീഷ് സർക്കാർ ഇതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി അത് പരിഗണനയ്ക്ക് എടുക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് 1921 സവർക്കർ ഇന്ത്യൻ മെയിൻലാൻഡിലെത്തി. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് VD സവർക്കറും GD സവർക്കറും അങ്ങോട്ട് പോയ അതേ കപ്പലിൽ, SS മഹാരാജ എന്ന് പേരുള്ള കപ്പലിൽ കൽക്കട്ടയിൽ പോയത് മദ്രാസ് പോർട്ടിൽ നിന്നാണ്, തിരിച്ചു വന്നത് കൽക്കട്ടയിലേക്കാണ്. പക്ഷേ അവരുടെ തടവ് ശിക്ഷ എടുത്ത് കളഞ്ഞിട്ടില്ല, മറിച്ച് അവരെ ഇന്ത്യൻ മെയിൻലാൻഡിലെ ജയിലിലേക്ക് മാറ്റുകയാണ്. വലിയൊരു ആശ്വാസമാണ്. ആൻഡമാനിൽ നിന്ന് ഇന്ത്യൻ മെയിൻലാൻഡിലെ ജയിലിലേക്ക് 1921 ഇവരെത്തുന്നു.